ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഇന്ന് ചുമതലയേൽക്കും. ഇന്ത്യൻ സമയം രാത്രി 10:30 ക്യാപിറ്റോൾ മന്ദിരത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധിയായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. വാളയാർ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന MJ സോജന് സത്യസന്ധതാ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള തീരുമാനം ചോദ്യം ചെയ്ത് നൽകിയ അപ്പീലിൽ ഹൈക്കോടതി വിധി ഇന്ന്. വാളയാർ പെൺകുട്ടികളുടെ അമ്മ നൽകിയ അപ്പീലിൽ ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് S മനു എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പറയുക. ഷാരോൺ വധക്കേസിൽ കോടതി ഇന്ന് ശിക്ഷ വിധിക്കും. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് പ്രതിഭാഗവും കോടതിയെ അറിയിച്ചു. RG കർ മെഡിക്കൽ കോളേജിലെ റെസിഡന്റ് ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസിൽ പ്രതിക്കുള്ള ശിക്ഷാവിധി ഇന്ന്. പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി വിധിച്ചിരുന്നു. സിയാൽദ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയാണ് കേസിൽ വിധി പറയുക. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് കേരള നിയമസഭ ഇന്ന് ആദരാഞ്ജലി അർപ്പിക്കും. സ്പീക്കറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വിവിധ കക്ഷി നേതാക്കളും മുൻ പ്രധാനമന്ത്രിയെ അനുസ്മരിക്കും. സഭയിൽ ഇന്ന് മറ്റു നടപടിക്രമങ്ങളില്ല. ചേന്ദമംഗലം ഇരട്ട കൊലപാതക കേസിൽ പ്രതി ഋതുവിനായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. പ്രതിയെ വിട്ടുകിട്ടിയാൽ തെളിവെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. 5 ദിവസത്തെ കസ്റ്റഡിയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നത്. പാലക്കാട് ബ്രൂവറി വിവാദത്തിൽ മന്ത്രിസഭായോഗ തീരുമാനത്തിനുള്ള എതിർപ്പ് അറിയിക്കാൻ പഞ്ചായത്തിന്റെ യോഗം ഇന്ന്. നേരത്തെ സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു രംഗത്തെത്തിയിരുന്നു. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കളെ ഇന്ന് ചോദ്യം ചെയ്യും. DCC അധ്യക്ഷൻ ND അപ്പച്ചൻ, മുൻ അധ്യക്ഷൻ KK ഗോപിനാഥൻ എന്നിവരാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകുക. നിയമസഭയുള്ളതിനാൽ IC ബാലകൃഷ്ണൻ ഹാജരായേക്കില്ല. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ദർശനം പൂർത്തിയാക്കി. ശബരിമല നട ഇന്നടയ്ക്കും. തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് മാളികപ്പുറത്തെ മണിമണ്ഡപത്തിന് മുന്നിൽ ഗുരുതി നടന്നു. അയ്യപ്പ വിഗ്രഹത്തിൽ മേൽശാന്തി S അരുൺകുമാർ നമ്പൂതിരി ഭസ്മാഭിഷേകം നടത്തി അയ്യപ്പനെ ധ്യാനത്തിലാക്കി നടയടയ്ക്കും. ശ്രീകോവിലിന്റെ താക്കോൽ കൈമാറ്റവും ഇന്ന് നടക്കും. അർത്തുങ്കൽ പെരുന്നാളിനോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ 2 താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്.